നമസ്കാരം. ആസ്ട്രോ ലൈഫ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് കന്നി തുലാം രാശികളിലായി സ്ഥിതി ചെയ്യുന്ന ചിത്തിര നക്ഷത്രക്കാരുടെ 2026 സമ്പൂർണ്ണ വിഷുഫലമാണ്. ദേവശില്പിയായ വിശ്വകർമാവ് ദേവതയായും ചൊവ്വ അധിപനായും വരുന്ന ചിത്തിര നക്ഷത്രക്കാർക്ക് ഈ വിഷു സംക്രമം പുതിയ വീട്, വാഹനം, തൊഴിൽ നേട്ടങ്ങൾ എന്നിവ നൽകുന്ന വർഷമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന ആ സുവർണ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചിത്തിര എന്ന വാക്കിനർത്ഥം തന്നെ ശോഭയുള്ളത് എന്നാണ്. ആകാശത്തിലെ തിളങ്ങുന്ന മുത്തായി ചിത്തിരയെ കണക്കാക്കുന്നു. ദേവശില്പിയായ വിശ്വകർമാവിന്റെ സ്വാധീനമുള്ളതുകൊണ്ട് തന്നെ പുതിയ കാര്യങ്ങൾ സൃഷ്ടിക്കാനും കലകളിലും സാങ്കേതിക വിദ്യകളിലും തിളങ്ങാനും നിങ്ങൾക്ക് പ്രത്യേക കഴിവുണ്ടാകും. ഈ വർഷം നിങ്ങളുടെ ഈ സർഗാത്മകതയ്ക്ക് അർഹമായ അംഗീകാരം ലഭിക്കുന്ന വർഷമാണ്. ചൊവ്വയുടെ സ്വാധീനം നിങ്ങൾക്ക് അമിതമായ ഊർജവും ധൈര്യവും നൽകും. തൊഴിൽ രംഗത്ത് ചിത്തിര നക്ഷത്രക്കാർക്ക് ഈ വർഷം വലിയ മുന്നേറ്റങ്ങളുണ്ടാകും. നിർമ്മാണ മേഖല, എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഡിസൈനിംഗ് മേഖലയിലുള്ളവർക്ക് ഈ വർഷം വളരെ ലാഭകരമായിരിക്കും. സ്വന്തമായി വീട് പണി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അത് പൂർത്തിയാക്കാൻ സാധിക്കും. ചൊവ്വയുടെ അനുഗ്രഹമുള്ളതിനാൽ പോലീസ്, പട്ടാളം, സെക്യൂരിറ്റി മേഖലയിലുള്ളവർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും. പുതിയ സംരംഭങ്ങൾ, സ്വന്തമായി ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ചിത്തിരക്കാർക്ക് വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ മികച്ച തുടക്കം ലഭിക്കും. സാമ്പത്തികമായി നോക്കുമ്പോൾ ഭൂമി ഇടപാടുകളിൽ നിന്നും കൃഷിയിൽ നിന്നും അപ്രതീക്ഷിത ലാഭമുണ്ടാകും. എങ്കിലും സഹോദരങ്ങളുമായോ അടുത്ത ബന്ധുക്കളുമായോ ഉള്ള സാമ്പത്തിക ഇടപാടുകളിൽ ജാഗ്രത പാലിക്കണം. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ ചൊവ്വയുടെ സ്വാധീനം കാരണം ചെറിയ വാഗ്വാദങ്ങൾ ഉണ്ടാകാമെങ്കിലും വിട്ടുവീഴ്ചകൾ ചെയ്താൽ സന്തോഷം നിലനിർത്താം. കുട്ടികളുടെ നേട്ടങ്ങളിൽ അഭിമാനിക്കാൻ അവസരമുണ്ടാകും. ആരോഗ്യവും പരിഹാരങ്ങളും. ചൊവ്വ അധിപനായതിനാൽ രക്തസമ്മർദ്ദമോ അല്ലെങ്കിൽ ഉഷ്ണസംബന്ധമായ അസുഖങ്ങളോ വരാതെ ശ്രദ്ധിക്കണം. ദോഷപരിഹാരങ്ങൾക്കായി ചിത്തിര നക്ഷത്രക്കാർക്ക് ഈ വർഷം വരാനിരിക്കുന്ന തടസ്സങ്ങൾ നീക്കി ഐശ്വര്യം വർദ്ധിപ്പിക്കാൻ ചെയ്യാവുന്ന പ്രത്യേക പരിഹാരങ്ങൾ കൂടുതൽ വിശദമായി നൽകുന്നു. ചൊവ്വയുടെ സ്വാധീനം കൂടുതലുള്ള നക്ഷത്രമായതിനാൽ ഊർജ്ജസ്വലത നിലനിർത്താനും ദേഷ്യം കുറയ്ക്കാനുമാണ് ഈ പരിഹാരങ്ങൾ പ്രധാനമായും സഹായിക്കുക. സുബ്രഹ്മണ്യ ഭജനം. ചിത്തിര നക്ഷത്രാധിപൻ ചൊവ്വയായതുകൊണ്ട് സുബ്രഹ്മണ്യ സ്വാമിയെ ഭജിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. ഷഷ്ടിവ്രതം. മാസത്തിലെ ഷഷ്ടി ദിവസങ്ങളിൽ വ്രതമനുഷ്ഠിക്കുന്നതും സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പോയി പനിനീർ അഭിഷേകം നടത്തുന്നതും കർമ്മ തടസ്സങ്ങൾ മാറാൻ സഹായിക്കും. സുബ്രഹ്മണ്യ ഭുജംഗം. എല്ലാ ചൊവ്വാഴ്ചകളിലും വീട്ടിൽ സുബ്രഹ്മണ്യ ഭുജംഗം ജപിക്കുന്നത് കുടുംബത്തിലെ വഴക്കുകൾ മാറാനും സന്തോഷം വരാനും നല്ലതാണ്. വിശ്വകർമ്മ പ്രീതി. തൊഴിൽ അഭിവൃദ്ധിക്ക്. ചിത്തിര നക്ഷത്രത്തിന്റെ ദേവത ശില്പിയായ വിശ്വകർമാവായതുകൊണ്ട് നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ ശോഭിക്കാൻ ഇത് സഹായിക്കും. നിർമ്മാണ പ്രവർത്തനങ്ങൾ. വീട് പണി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ചൊവ്വാഴ്ചകളിൽ ഭൂമിപൂജ നടത്തുന്നതും വാസ്തുബലി നടത്തുന്നതും തടസ്സങ്ങൾ ഒഴിവാക്കും. ഭദ്രകാളി ഭജനം. സംരക്ഷണത്തിന്. ചിത്തിര നക്ഷത്രക്കാർക്ക് ചൊവ്വയുടെ തീക്ഷ്ണത കുറയ്ക്കാൻ ഭദ്രകാളി ദേവിയെ ആരാധിക്കുന്നത് ഗുണകരമാണ്. ചൊവ്വാഴ്ചകളിലോ വെള്ളിയാഴ്ചകളിലോ കാളിക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി നടത്തുന്നത് ശത്രുദോഷം മാറാനും അപകടങ്ങളിൽ നിന്ന് സംരക്ഷണം ലഭിക്കാനും സഹായിക്കും. ശിവഭജനം. കൂവളത്തില കൊണ്ട് ശിവന് അർച്ചന നടത്തുന്നത് ചിത്തിര നക്ഷത്രക്കാർക്ക് മാനസിക സമാധാനം നൽകും. ദാനധർമ്മങ്ങൾ. ചുവന്ന വസ്ത്രം. ചൊവ്വാഴ്ചകളിൽ പാവപ്പെട്ടവർക്ക് ചുവന്ന നിറത്തിലുള്ള വസ്ത്രമോ അല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങളോ ദാനം ചെയ്യുന്നത് ചൊവ്വയുടെ പ്രീതിക്ക് കാരണമാകും. ഓം വിശ്വകർമ്മണേ നമഃ. ഈ മന്ത്രം ദിവസവും 21 തവണ ജപിക്കുന്നത് ചിത്തിര നക്ഷത്രക്കാർക്ക് പുതിയ ആശയങ്ങൾ തോന്നാനും വിജയത്തിലെത്താനും സഹായിക്കും. ഈ പരിഹാരങ്ങൾ ചെയ്യുന്നതിലൂടെ ഈ വർഷം ചിത്തിര നക്ഷത്രക്കാർക്ക് ഐശ്വര്യപൂർണമായി മാറും. ചിത്തിര നക്ഷത്രക്കാർക്ക് തങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ പറ്റിയ വർഷമാണ് 2026. ആത്മവിശ്വാസത്തോടെയും ക്ഷമയോടെയും മുന്നേറുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് ചോതി നക്ഷത്രത്തിന്റെ വിശേഷങ്ങളുമായി കാണാം. ആസ്ട്രോ ലൈഫ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.